പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ സമയം പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അനുസ്മരണമാണ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഡിസംബർ 3-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് ഏതാനും ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ മധ്യസ്ഥം ഈ സമയം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണമെന്ന ആഗ്രഹത്തോടെ എല്ലായിടത്തേക്കും സുവിശേഷവുമായി യാത്ര ചെയ്ത 10,000-ങ്ങളെ മാമോദീസ മുക്കിയ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഉണ്ടായ ഒരു കൊച്ച് അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അനേകം ലൈറ്റുകൾ ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ലൈറ്റ് അത് പെട്ടെന്ന് അങ്ങ് പോയി. എന്താ കാരണമെന്ന് ആർക്കും അറിയില്ല. ലൈറ്റ് പോയി. ഞങ്ങൾ പല പ്ലഗിലും കൊണ്ടുപോയി അത് കുത്തി നോക്കിയെങ്കിലും ആ ലൈറ്റ് വർക്ക് ചെയ്തില്ല. അപ്പോൾ വേറൊരു ലൈറ്റും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. ആ ലൈറ്റും അത് അവസാനത്തെ കൈയാണ്. ആ ലൈറ്റും കൂടി കത്തിക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതും വർക്ക് ചെയ്യണില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാള, അങ്ങയുടെ ടോക്കാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങയുടെ മാധ്യസ്ഥം വഴിയായി ഇത് ശരിയാവണേ എന്ന് ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴുണ്ടോ നമ്മുടെ ഒരു സഹോദരൻ അത് ഒരു പ്രാവശ്യം വെറുതെ ഊരി കുത്തുവോ എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതങ്ങ് കത്തി. പ്രത്യേകിച്ച് ഒരു റീസണും ഞങ്ങൾക്ക് ആർക്കും പറയാനോ കണ്ടെത്താനോ സാധിച്ചില്ല. ലൂസ് കണക്ഷനോ അങ്ങനെയുള്ള ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാം. എന്തായാലും ഈ സമയത്തൊരു അത്ഭുതം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രമാത്രം തീക്ഷ്ണതയെ ഒരു വൈദികനായി സുവിശേഷ പ്രഘോഷകനായി ജീവിച്ച ആളാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. 46 വയസ്സ് ജീവിച്ചുള്ളൂ. അതിനുള്ളിൽ 10,000-ങ്ങളെ മാമോദീസ മുക്കിയ മനുഷ്യൻ, യേശുവിനുള്ള തീക്ഷ്ണതയെ പ്രതി കത്തിജ്വലിച്ച, ആദിമ അപ്പസ്തോലന്മാരെ പോലെ കത്തിജ്വലിച്ച ഒരു സുവിശേഷ പ്രഘോഷകനാണ്. എല്ലാ മിഷണറിമാരുടെയും മധ്യസ്ഥനായി സഭ ഉയർത്തിയ മിഷണറിയാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിന്ന് ആഘോഷിക്കുന്നത്. എത്ര ഭാഗ്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തന്നെ എന്ന് വിചാരിക്കുകയാണ്. 1504 സ്പെയിനിലെ, ഇന്നത്തെ സ്പെയിനിലെ നെവാര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. വലിയ സമ്പന്നരായ പ്രഭു കുടുംബത്തിലെ അംഗമായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് പഠിക്കാനും അങ്ങനെ വളരാനൊക്കെ. വലിയ ആളാകണമെന്നുള്ള വലിയ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് സേവിയർ. അപ്പോൾ ലോകത്തിൽ മാക്സിമം അങ്ങ് ഉയരണം എന്ന് ആഗ്രഹിച്ച അദ്ദേഹം അന്നത്തെ ഏറ്റവും വലിയ പേരുകേട്ട സർവകലാശാലയായ പാരീസ് സർവകലാശാലയിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാരീസ് സർവകലാശാലയിൽ അദ്ദേഹം പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഏറ്റവും ബെസ്റ്റ് ആവണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള. അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അപ്പോൾ സൈനികർക്കുള്ള പ്രത്യേക അവകാശം കൊണ്ടൊക്കെ പാരീസ് സർവകലാശാലയിൽ പഠിക്കാൻ വന്ന മനുഷ്യനായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. അവർ റൂംമേറ്റ് ആയത് 2 വിശുദ്ധരൊരു റൂമിൽ. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് സേവിയറിന് ഈ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇഗ്നേഷ്യസ് ലോയോളയുമായിട്ടുള്ള സമ്പർക്കം മൂലം പിന്നീടാണ് അദ്ദേഹത്തിന് മാനസാന്തരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വലിയ പ്രൊഫസറൊക്കെ ആയി അങ്ങ് കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് പഴയ കൂട്ടുകാരനെ കാണാനായി ഇഗ്നേഷ്യസ് ഇടയ്ക്ക് വരുമായിരുന്നു. വലിയ കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ ഫ്രാൻസിസ് സേവിയറിനെ കാണാൻ ഇഗ്നേഷ്യസ് ലോയോള വരുന്ന സമയങ്ങളിലൊക്കെ ഇഗ്നേഷ്യസ് ദൈവത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ തിരുവചനം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം. അങ്ങനെ ഒരു ദിവസം വചനം അങ്ങ് ഫ്രാൻസിസ് സേവിയറിനെ അങ്ങ് കാർന്ന് തിന്നാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അങ്ങ് വിട്ട്, പ്രൊഫസർഷിപ്പൊക്കെ വിട്ട്, പഠനത്തിൻ്റെ എല്ലാം വിട്ട് അദ്ദേഹം ഇഗ്നേഷ്യസ് ലോയോളയുടെ കൂടെ ചേരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇഗ്നേഷ്യസ് ലോയോളയുടെ സ്പിരിച്വൽ എക്സസൈസസ് എന്ന് പറഞ്ഞിട്ട് 30 ദിവസത്തെ ധ്യാനമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ എക്സസൈസസ് 30 ദിവസം അങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന ധ്യാനമാണ് ഇഗ്നേഷ്യസിൻ്റെ.
ആ ഇഗ്നേഷ്യസിൻ്റെ ധ്യാനമൊക്കെ ഈ 30 ദിവസത്തെ ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് ഫ്രാൻസിസ് സേവിയർ അങ്ങ് മാറിപ്പോയി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1534 തൻ്റെ 28ാമത്തെ വയസ്സിൽ ലൗകികമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അങ്ങനെ ഫ്രാൻസിസ് സേവിയർ യാത്ര ചെയ്യുകയാണ്. ജെസ്യൂട്ട് സഭ സ്ഥാപിച്ചത് ഇഗ്നേഷ്യസ് ലോയോളയാണെന്ന് നമുക്കറിയാം. 7 പേര് കൂടി ചേർന്നാണ് ആ സഭ സ്ഥാപിക്കുന്നത്. അങ്ങനെ 7 പേരിൽ ഒരാളായി ഫ്രാൻസിസ് സേവിയർ ജെസ്യൂട്ട് സഭ സ്ഥാപകൻ്റെ കൂടെ സഭാസ്ഥാപകരിൽ ഒരാളായി മാറി. ആ സഭയിൽ നിന്നാണ് പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ ജെസ്യൂട്ട് മാർപ്പാപ്പയായിട്ട് വന്നത്. 500 കൊല്ലങ്ങൾക്കപ്പുറമാണെങ്കിലും എൻ്റെ എത്ര അനുഗ്രഹമാണെന്ന് ഓർക്കുക. ഇവരാരംഭിച്ച ആ കൂട്ടായ്മയാണ് നമുക്ക് വലിയൊരു വിശുദ്ധനെ സഭ വഴിയായിട്ട് ലഭിച്ചത്. അപ്പോൾ 1534 ഈ മാനസാന്തരം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഒരു സുവിശേഷ പ്രഘോഷകനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈദികനായി പട്ടം സ്വീകരിച്ച് 1538 പട്ടമൊക്കെ സ്വീകരിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇഗ്നേഷ്യസ് ലോയോളയുടെ ആഗ്രഹം അദ്ദേഹത്തെ പഠിപ്പിച്ച് വലിയൊരു വീണ്ടും ആ ലെവലിൽ തന്നെ പോകണം, തിയോളജിയൊക്കെ പഠിച്ച് അങ്ങനെ ആ ലെവലിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം വേറെ ഒന്നായിരുന്നു. 1540 പോർച്ചുഗീസ് രാജാവ് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷകൻ പോകാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവിയർ പോകണമെന്നല്ല ആയിരുന്നത് പ്ലാൻ, വേറൊരു വൈദികൻ പോകണമെന്നായിരുന്നു പ്ലാൻ. ആ വൈദികന് പെട്ടെന്നൊരു അസുഖം വരികയാണ്. അങ്ങനെ അസുഖം വന്ന് അദ്ദേഹം കിടപ്പായി കഴിഞ്ഞപ്പോൾ അതിന് പകരക്കാരനായിട്ടാണ് വലിയൊരു മിഷണറി യാത്ര ഫ്രാൻസിസ് സേവിയറിലൂടെ ആരംഭിക്കുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ! ദൈവത്തിൻ്റെ വഴികൾ ആർക്ക് നിശ്ചയിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ വഴി ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അല്ലേ, നമുക്ക് ആർക്കും സാധിക്കുകയില്ല തന്നെ. നമുക്കറിയാം, എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന റോമ 8:28 തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. ആ രോഗം വരെ നന്മയ്ക്കായി മാറി. അങ്ങനെ 1540 തൻ്റെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. പക്ഷെ പോർച്ചുഗലിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, വളരെ മനോഹരമാണത്. അദ്ദേഹം ഒരു ചെറിയ മണി പിടിച്ചിങ്ങനെ കിലുക്കി ആ മണി ഇങ്ങനെ അടിച്ചിങ്ങനെ പോകും. അങ്ങനെ മണി അടിച്ച് കഴിയുമ്പോൾ കുറേ ആളുകളൊക്കെ, ഒരു പുരോഹിതനല്ലേ മണിയടിക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. പാവപ്പെട്ടവരും രോഗികളും. അവരോട് അദ്ദേഹം വചനം പ്രഘോഷിക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. അദ്ദേഹം അവർക്ക് വിശ്വാസ പ്രമാണം പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുന്നതും വിശ്വാസ പ്രമാണം പഠിപ്പിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലെ അവിഭാജ്യ ഘടകമാണ് വിശ്വാസ പ്രമാണം. അങ്ങനെ ഇതൊക്കെ അവർ പഠിപ്പിച്ച് അദ്ദേഹം അങ്ങനെ സുവിശേഷ വേല ആരംഭിച്ചു. 1540 പുറപ്പെടുന്നത്. ഏകദേശം 13 മാസങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം ഗോവയിൽ എത്തിച്ചേർന്നത്. 13 മാസം അദ്ദേഹം കപ്പലിൽ. ഭയങ്കര നമുക്ക് ചിന്തിക്കാനായിട്ട് വരുന്ന, ഒരു കൊല്ലത്തിലപ്പുറം കപ്പൽ യാത്ര ചെയ്ത് ഒരാൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുക, ആ കപ്പലിൻ്റെ ആ ഉള്ളിലിങ്ങനെ ജീവിക്കുക, അത് മുഴുവൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ മനുഷ്യൻ. സുവിശേഷ പ്രഘോഷണത്തിനായുള്ള തീക്ഷ്ണത കാരണം അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഗോവയിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആദ്യം വചനം പറയാൻ പോയത് അവിടുത്തെ വലിയ വലിയ ആളുകളുടെ അടുത്തേക്കല്ല. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു കാര്യമാണ്. അദ്ദേഹം വചനം പ്രഘോഷിക്കാനായിട്ട് ആദ്യം പോയത് രോഗികളുടെ അടുത്തേക്കാണ്. ഇന്ന് ഈശോ വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും രോഗികളുടെയൊക്കെ കൂടെ ആയിരുന്നു. യോഹന്നാൻ വന്ന് 2 ശിഷ്യന്മാരയച്ച് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണോ മിശിഹ? ഈശോ മറുപടി പറഞ്ഞു, നീ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാൻ അറിയിക്കുക. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി സുഖപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഈശോ ആരുടെ കൂടെയായിരുന്നു? ഈ രോഗികളുടെ കൂടെയായിരുന്നു. ഫ്രാൻസിസ് സേവിയറും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ആദ്യം പോയി വചനം പ്രഘോഷിക്കുന്നത് രോഗികളുടെ അടുത്തേക്കാണ്. എൻ്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങൾ വചനപ്രഘോഷകരായി മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് രോഗികളുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, ജയിലിലേക്കാണ് അദ്ദേഹം പിന്നെ പോയത് വചനപ്രഘോഷണമായിട്ട്. അപ്പോൾ വലിയൊരു വചനപ്രഘോഷകൻ ആരംഭിക്കുന്നത് ഈ രോഗി ശുശ്രൂഷയിലുള്ള ആളുകളുടെ അടുത്തേക്കും രോഗികളുടെ അടുത്തേക്കും ജയിലിലേക്കും ചെന്ന് വചനം പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ മിഷണറിമാരുടെ മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയർ ഉണ്ടായത്. അങ്ങനെ ജയിലിൽ ചെന്ന് അദ്ദേഹം വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. കുറ്റവാളികളുടെ അടുത്ത് അദ്ദേഹം വചനം പറയാൻ തുടങ്ങി. മക്കളെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്.
ഒരു രോഗിയും ഒരു കുറ്റവാളിയും വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. പാപം ചെയ്തിട്ടുള്ളൊരു കുറ്റവാളിയായി ഞാൻ. ഏതാണ്ടൊക്കെ ഒരു കെട്ടിലൊക്കെ തന്നെയാണ് അല്ലേ പാപം മൂലം രോഗിയായ ഞാൻ. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരും. അവനുള്ള രോഗിയോടും അവനുള്ളിൽ കെട്ടപ്പെട്ടവനോടും വചനം പറയുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നില്ലേ? അങ്ങനെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 1542 അദ്ദേഹം ഗോവയിലെത്തുന്നത്. ഗോവയെ മാനസാന്തരപ്പെടുത്തി തീരദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. 3 വർഷത്തോളം അദ്ദേഹം തീരദേശങ്ങളിലൂടെ യാത്ര ചെയ്തു. നമ്മൾ വിചാരിക്കരുത് അദ്ദേഹം ഒരുപാട് വർഷം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തെന്ന്. ഇല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അത് 42 തുടങ്ങി 45 വരെയുള്ള 3 വർഷം അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദൈവം അദ്ദേഹത്തെ കൊടുത്തൊരു ഗിഫ്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തമിഴ് ഭാഷ പഠിച്ചു കേട്ടോ. ഭാഷകളൊക്കെ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് ദൈവം ചില സമയങ്ങളിൽ ഭയങ്കര ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതായത് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിന് ഗിഫ്റ്റ് ഓഫ് ടങ്സ് കൊടുത്തു. അദ്ദേഹത്തിന് പല ഭാഷകളിൽ അങ്ങ് സംസാരിക്കാനായിട്ട്. ഇപ്പോൾ ഇന്ത്യ നമുക്കറിയാം, പല ഭാഷകൾ സംസാരിച്ച സ്ഥലമാണ്. തമിഴ്, കൊങ്ങിണി, തുളു, കന്നഡ, എന്ത് ഭാഷ എൻ്റെ പ്രിയമുള്ള സഹോദരൻ. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കിടക്കുമ്പോൾ വേറൊരു ഭാഷയാണ്. പ്രത്യേകിച്ച് 500 കൊല്ലം മുമ്പാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റൊന്നും ഇല്ലാത്ത ഭാഷയാണ്. അദ്ദേഹത്തിന് അവിടെയുള്ള ആളുകൾ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷ അങ്ങ് സംസാരിക്കാനുള്ള കൃപ അങ്ങ് ദൈവം കൊടുത്തു. ഈവൻ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ട്രാൻസ്ലേറ്റേഴ്സ് വരെ ഞെട്ടിപ്പോയി അദ്ദേഹം വചനം പറയുന്നത് കണ്ടിട്ട് ആ ഭാഷയിൽ. അപ്പോൾ അങ്ങനെയുള്ള കൃപ കൊടുത്ത് അങ്ങനെ 3 വർഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ തീരദേശങ്ങളിലൂടെ യാത്ര ചെയ്തത്. 1545 അദ്ദേഹം ഗോവയിൽ നിന്ന് കപ്പൽ കയറി. 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം കപ്പൽ കയറി അദ്ദേഹം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഈ മലേഷ്യൻ സൈഡിലുള്ള സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. മലേഷ്യ ആ ഏരിയയൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ, സിംഗപ്പൂർ, ആ ഏരിയയൊക്കെ അദ്ദേഹം വചനപ്രഘോഷണത്തിനായിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ വർഷങ്ങളോളം അവിടെ വചനം പ്രഘോഷിച്ചു. ഇന്ത്യയിൽ എന്ന പോലെ തന്നെ മലേഷ്യയിലും ആ ഭാഗങ്ങളിലൊക്കെ വചനം പറഞ്ഞു. ജപ്പാനിൽ അദ്ദേഹം വചനം പറഞ്ഞു. 1549 അദ്ദേഹം ജപ്പാനിലേക്ക് പോകുന്നത്. ജപ്പാനിൽ ചെന്ന് വർഷങ്ങളോളം ജപ്പാനിൽ ശുശ്രൂഷ ചെയ്ത് ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടു ജപ്പാനിൽ. ഞാൻ വിശുദ്ധ അൽഫോൺസ് ടി ലിഗോരി എന്ന് പറയുന്ന പുണ്യവാളൻ്റെ 12 സ്റ്റെപ്സ് ടു സാൽവേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വളരെ ആവശ്യത്തോടെ വായിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ അൽഫോൺസ് പുണ്യവാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഈ ജപ്പാനിൽ വലിയൊരു മതപീഡനം ഉണ്ടാവുകയാണ്. ഈ ഫ്രാൻസിസ് സേവ്യറൊക്കെ ചെന്ന് വചനം പറഞ്ഞതിന് ശേഷം അവിടെ വലിയ മതപീഡനം ഉണ്ടാവുകയാണ്. മതപീഡനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ചില ആളുകളുടെ വിശ്വാസത്തെ പറ്റിയിട്ട് അൽഫോൺസ് ലിഗോരി പറയുന്നുണ്ട്. ഒരു 17 വയസ്സായ ഒരു പെൺകുട്ടിയെ പറ്റി പറയാം. അവൾ ചില ദിവസങ്ങളിൽ ആണിയുടെ മുകളിൽ കൂടെ നടക്കും, ചില ദിവസങ്ങളിൽ തീയുടെ മുകളിൽ കൂടെ നടക്കും. കത്തിയെടുത്ത് മേത്തിങ്ങനെ കുത്തും. അങ്ങനെ പതുക്കെ അവളിങ്ങനെ ഓരോ ദിവസവും ഓരോ കഠിനമായിട്ടുള്ള തപശ്ചര്യകളും കാര്യങ്ങളും ചെയ്യുന്ന കണ്ടപ്പോൾ അവളുടെ അമ്മ വന്ന് ചോദിച്ചു, മോളെ നീ എന്തായി കാണിക്കുന്നത്? നീ എന്താ കത്തിയെടുത്ത് ഇങ്ങനെ കുത്തുന്നത്? അപ്പോൾ അവൾ അമ്മയോട് പറയാം, അമ്മേ ഒരു ദിവസം ഒരു പക്ഷേ മതപീഡകർ എൻ്റെ അടുത്തും വരും. അന്ന് അവരെന്നെ കുരിശിൽ തറയ്ക്കുന്ന പോലെ, ഈശോയെ തറച്ചതുപോലെ കുരിശിൽ തറയ്ക്കാം. എൻ്റെ ശരീരം കത്തിക്കാം, എൻ്റെ ശരീരം പിച്ചി ചീന്താം. അങ്ങനെയൊക്കെയുള്ള ശിക്ഷണ നടപടികളുള്ള സ്ഥലമാണത്. അങ്ങനെ ഒരു രാജ്യമാണത് ആയിരുന്നത്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവളുടെ തീഷ്ണത, വിശ്വാസ തീഷ്ണത, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഫ്രാൻസിസ് സേവ്യറിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. നമ്മളിപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നാളെ തന്നെ എല്ലാം മാനസാന്തരപ്പെടണം, നാളെ തന്നെ എല്ലാവരും വിശുദ്ധരാകണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ദിവസം വരും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഇന്ന് പ്രഘോഷിക്കുക. ചിലപ്പോൾ ചില സഹോദരങ്ങൾ പറയാറുണ്ട്, നമ്മൾ വചനം പറഞ്ഞു കഴിയുമ്പോൾ അത് ഈ നിലത്ത് വിതയ്ക്കുന്ന വിത്ത് പോലെയാണ്. ചിലപ്പോൾ മണ്ണ്, നനവില്ലാത്ത മണ്ണിൽ വീഴുന്ന വിത്ത് പോലെയായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഒരു ദിവസം മഴ പെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ദിവസം അവൻ്റെ ജീവിതത്തിലേക്ക് വരും. അന്ന് നീ വിതച്ച വിത്ത്, ദൈവവചനത്തിൻ്റെ വിത്ത്, നീ കൊടുത്ത ആ പാഠം അവനിൽ കത്തി ജ്വലിക്കും, അവനിൽ പൊട്ടി മുളയ്ക്കും, അതങ്ങ് വളരും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ കുട്ടികളൊക്കെ വചനം പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴൊക്കെ നാളെ തന്നെ അവന് മാറ്റം ഉണ്ടാവണം, നിന്നെ വചനം പഠിച്ചതല്ലേ എന്ന് നമുക്ക് ആർക്കും വാശി പിടിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ ചെയ്യാനുള്ള വചനപ്രഘോഷണം നടത്തി കാത്തിരിക്കുക. അങ്ങനെ ജപ്പാനിൽ ശക്തമായിട്ടുള്ളൊരു വിശ്വാസി സമൂഹം അവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതിനുശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്.
അങ്ങനെ 1552 അദ്ദേഹം വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ചൈനയിലേക്ക് പോകണമെന്ന്. അങ്ങനെ ചൈനയിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചൈനയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ചൈന എത്തുന്നതിന് മുമ്പ് ഷാങ് ചുവാൻ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് 1552. 1534 മാനസാന്തരപ്പെട്ടു. 1552 അദ്ദേഹം മരിച്ചുപോയി. 1542 ഇന്ത്യയിലേക്ക് വന്നു. 3 വർഷം ഇന്ത്യയിൽ പ്രഘോഷിച്ചു. പിന്നെ കുറേ നാൾ മലേഷ്യൻ ഭാഗങ്ങളിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യനിൽ പ്രവർത്തിച്ചു. കുറച്ച് നാൾ ജപ്പാനിൽ ജീവിച്ചു. ചൈനയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം മരിച്ചു. ചൈന അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു. അവിടെ വചനം പ്രഘോഷിക്കണമെന്ന്. പക്ഷെ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് കടന്നു ചെല്ലാൻ പറ്റിയില്ലായിരുന്നു ചൈനയിലേക്ക്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മിഷണറി ജീവിതത്തിലുണ്ടായ ചില അത്ഭുതങ്ങൾ നമ്മളെ വളരെയധികം അദ്ദേഹം എൻ്റെ പ്രിയമുള്ള സഹോദരൻ വലിയ താല്പര്യത്തോടുകൂടി ഇന്ത്യയിൽ നിന്ന് ഈ സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു അത്ഭുതം, ഇങ്ങനെ പറയപ്പെടുന്ന ഒരു അത്ഭുതമുണ്ട്. ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് ഉണ്ടായി. കപ്പൽ മുങ്ങത്തക്ക വിധിയിൽ, അതാണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചില ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കപ്പലിൽ നിന്നിട്ട് കുരിശെടുത്ത് ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ചിത്രം ഫ്രാൻസിസ് സേവ്യറിൻ്റെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ പിന്നിലുള്ള സംഭവം ഇതാണ്. വലിയ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് കുരിശെടുത്ത് ഉയർത്തി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആ കുരിശെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ശാന്തമാവുക. ഉടനെ തന്നെ കടൽ ശാന്തമായി. പക്ഷെ ഫ്രാൻസിസ് സേവ്യറിന് വലിയ വിഷമം. ഞാൻ വലിയ സ്നേഹത്തോടെ കൊണ്ടു നടന്ന കുരിശ് ആ കടലിലേക്ക് എറിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ചില പയസ് ആർട്ടിക്കിൾസിനോട് ഭയങ്കര താല്പര്യമാണ്. ചിലപ്പോൾ ചില പ്രത്യേക കുരിശ്, അതൊക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ കാര്യമായിരുന്നു ആ രാജ്യങ്ങളിൽ ചെന്ന് വചനം പറയുക എന്നുള്ളത്. പക്ഷെ ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ കൊച്ചാഗ്രഹം ആ കുരിശ് എടുത്ത് കളഞ്ഞല്ലോ. ചെറിയൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം മലേഷ്യൻ ദ്വീപുകളിൽ കാലുകുത്തിയ ഉടനെ ഇങ്ങനെയാണ് പറയുന്നത്, വലിയൊരു ഞണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നു. ആ ഞണ്ടിൻ്റെ കയ്യിൽ അദ്ദേഹം ഉപയോഗിച്ച കടലിലേക്ക് എറിഞ്ഞ കുരിശ് ഉണ്ടായിരുന്നു. ഞണ്ട് കൊണ്ടുവന്ന് ആ കുരിശെടുത്ത് സേവ്യറിന് കൊടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഞണ്ടിനെ ആശീർവദിച്ച് കഴിഞ്ഞപ്പോൾ ഞണ്ട് പോയില്ല. ഞണ്ട് അവിടെ കുരിശ് കൊടുത്തിട്ട് ഞണ്ടിന് ആശീർവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞണ്ട് തിരിച്ച് കടലിലേക്ക് അങ്ങ് പോയി. ഞാൻ പ്രിയമുള്ള സഹോദരൻ, എന്ത് അത്ഭുതമാണല്ലേ! ദൈവം കൊച്ചു കാര്യങ്ങൾ വരെ, നിങ്ങൾ വചനം പ്രഘോഷിക്കുകയാണെങ്കിൽ കൊച്ചു കാര്യങ്ങൾ വരെ ദൈവം നിങ്ങളുടെ ശ്രദ്ധിച്ച് അതിന് ഉത്തരം തരും. കൊച്ചു കാര്യങ്ങൾ വരെ ദൈവം നിങ്ങൾ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. വചനപ്രഘോഷകരെ ആരെയും ദൈവം ഉപേക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ പോവുക, ഞാൻ നിൻ്റെ കൂടെ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഏറ്റവും അവസാനത്തെ കമാൻഡ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത്, ലാസ്റ്റ് കമാൻഡ്മെൻറ്റ് തന്നെ, പോയി സുവിശേഷം പ്രഘോഷിക്കുക, എല്ലാവരെയും പഠിപ്പിക്കുക. ആ കമാൻഡ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ നിൻ്റെ കൂടെ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും. നീ ധൈര്യമായിട്ട് പൊക്കോ, ഈശോ നിൻ്റെ കൂടെയുണ്ട്. കൊച്ചാഗ്രഹം വരെ ഈശോ നിനക്ക് സാധിപ്പിച്ച് തന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ സുവിശേഷ യാത്രയെ ധന്യമാക്കും. അങ്ങനെ ഫ്രാൻസിസ് സേവ്യറിന് എന്ത് സന്തോഷമായി എന്നറിയാമോ? ദൈവം ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ കാര്യമാണ്, വലിയ കാര്യം. പക്ഷേ ഒരു കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുരിശൊക്കെ കിട്ടുമല്ലോ. പക്ഷേ ആ ഒരു കാര്യം വരെ ദൈവം ഫ്രാൻസിസ് സേവ്യറിന് സാധിച്ചു കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയാണ്. അവൻ്റെ മിഷണറി യാത്രകളെ അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള മക്കളെ, നമ്മൾ വചനം പറയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അവർക്കുണ്ടായിരിക്കും. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവൻ ഭാഗ്യവാൻ, അല്ലേ? സങ്കീർത്തനം 91 ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം 1552 ഷാങ് ചുവാൻ എന്ന് പറയുന്ന ദ്വീപിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിഷമം ചൈനയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും ആവട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആളുകളെല്ലാം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം ഇനി ഈ ബോഡിയും കൊണ്ട് തിരിച്ച് പോകണ്ടേ? അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നങ്ങ് ബോഡി ദഹിച്ചു പോകാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കരിച്ചു. എന്നിട്ട് പോകുന്ന സമയമാകുമ്പോൾ അതും എടുത്തങ്ങ് പോകാം. അങ്ങനെ കുറച്ച് എല്ലും സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്, ഒരു ദിവസം അങ്ങനെയാവും, അല്ലേ? നമ്മളീ പറയുന്ന ഈ മാംസവും ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതൊക്കെ എല്ലായി പൊടിയായൊക്കെ അങ്ങ് മാറും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മനുഷ്യനപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് പൊടിയായിട്ട് അങ്ങ് പോകണമെന്നാണ്. ഈ സുവിശേഷം ഈ മിഷണറിമാരുടെ
എടുത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റില്ല. ഒരു ശക്തി അവരെ തൊടാൻ പറ്റില്ല. മിഷണറിമാരെ ദൈവം അങ്ങ് പൊതിഞ്ഞു പിടിക്കും. വചനം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് പറയുന്നില്ലേ, പൊതിഞ്ഞു പിടിക്കും കർത്താവ്, ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പം നമ്മളെല്ലാവരും അതുപോലെ ആയിത്തീരും എന്നൊന്നും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്കറിയാം ദൈവം അത് പൊതിഞ്ഞു പിടിക്കുന്നുള്ളത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഇവർ ഈ പൊടിയും സാധനങ്ങളൊക്കെ ആയിട്ട് പോകാം, കുറച്ച് എല്ലും സാധനങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു കേടും കൂടാതെ ഇരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി. വളരെ ചെറിയ ഒരു ചീച്ചിൽ മാത്രമേ പല സ്ഥലങ്ങളിലും ചെറുതായിട്ടൊരു ഡീക്കെ മാത്രമേ ഉണ്ടായുള്ളൂ. ശരീരം ഇൻടാക്റ്റ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരവുമായിട്ട് ഗോവയിൽ ഇന്നും സൂക്ഷിക്കപ്പെടുകയല്ലേ അദ്ദേഹത്തിൻ്റെ പൂജ്യമായ ആ ശരീരം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സംരക്ഷണം എത്ര വലുതാണ്. പഠനങ്ങൾക്കൊന്നും ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ഇന്ത്യയിൽ 3 വർഷം മാത്രം ജീവിച്ച, ഇന്ത്യയിൽ വന്ന് 3 വർഷം മാത്രം വചനം പ്രഘോഷിച്ച മനുഷ്യൻ്റെ ശരീരം, പൂജ്യ ശരീരം ഇന്ന് ബോം യേശു ജീസസ് ബസലിക്കയിൽ ഗോവയിൽ, ഓൾഡ് ഗോവയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനും അവിടെ ചെന്നിട്ടുണ്ട്. അതിന് മുമ്പിൽ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇഗ്നേഷ്യസ് ലോയളയ്ക്ക് എഴുതിയ കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലല്ല, ആ കത്തൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കത്ത് വായിക്കുമ്പോൾ ഭയങ്കര മനോഹരമാണ്. ഇഗ്നേഷ്യസിനെ എഴുതുകയാണ്, കൂട്ടുകാരൻ എഴുതാണ്, ഇഗ്നേഷ്യസേ, ഇവിടെ മാനസാന്തരങ്ങൾ നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ദിവസം 10,000 പേരൊക്കെ മാനസാന്തരപ്പെടുത്തി മാമോദിസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു 3-4 പേർക്കല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരാൾക്ക് മാമോദിസ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ഫ്രാൻസിസ് സേവിയറിന് മുമ്പിൽ നിന്നത് പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാനക്കേടും നാണക്കേടും ഒക്കെ ഉണ്ട്. ആ പൂജ്യ ശരീരത്തിന് മുമ്പിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ ഒരു ദിവസം മാനസാന്തരപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൈയൊന്നും ഉയർത്താൻ പറ്റുന്നില്ല. അതുപോലെയായിട്ട് ഇഗ്നേഷ്യസിനോട് പറയുന്ന ഈ കുറച്ച് പേരെ അയക്കി, ഇവിടെ എന്തോരം പേരെയാണ് മാനസാന്തരപ്പെടുത്താനുള്ളത്, ക്രിസ്തു വചനം അറിയിക്കാനുള്ളത് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് ആ പൂജ്യ ശരീരത്തിന് മുമ്പിൽ വെച്ച് വന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു വൈദികൻ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച്. രണ്ടാമതായിട്ട് ആ മനുഷ്യൻ്റെ ഒരു തീഷ്ണത എൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മാനസാന്തരപ്പെടുത്തി മാമോദിസ മുക്കി പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കേട്ടത് ആ ഗ്രൂപ്പ് ഇപ്പോൾ അധികം പ്രാക്ടീസ് ചെയ്യണില്ല, ആ ഗ്രൂപ്പ് വചനം അധികം പ്രാക്ടീസ് ചെയ്യണില്ല, യേശു ക്രിസ്തുവിനെ പ്രാക്ടീസ് ചെയ്യണില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എൻ്റെ പ്രിയമുള്ള മക്കളെ, ആ മുക്കുവന്മാരെ വീണ്ടും ശക്തിപ്പെടുത്താൻ, വചനത്തിൽ അങ്ങ് നിലനിർത്താൻ, അങ്ങ് അഭിഷേകം ചെയ്യാൻ വീണ്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീഷ്ണത നോക്കിയാൽ, ഒരു പ്രാവശ്യം ഞാൻ വചനം പറഞ്ഞു, എല്ലാവരും അങ്ങ് നന്നാവണം. ഇതാണ് ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ ചിലപ്പോൾ, എനിക്കൊക്കെ ചിലപ്പോൾ ഉള്ള ചിന്ത, ഞാൻ കഴിഞ്ഞ ആഴ്ച വചനം പറഞ്ഞതാണല്ലോ, അതനുസരിച്ച് നീ ജീവിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാനാണ് നമുക്ക് പെട്ടെന്ന് താല്പര്യം. ഫ്രാൻസിസ് സേവിയറിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചില്ലേ, വീണ്ടും വന്ന് പറയുക, മടി കൂടാതെ വചനം പറയുക. നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കുന്നില്ലേ, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ എന്നൊന്നും പറയണ്ട എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് പ്രസക്തിയില്ല. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ നിനക്ക് കേട്ടുകൂടെ, ഞാൻ 10 പ്രാവശ്യം പറഞ്ഞല്ലേ നിനക്ക് കേട്ടുകൂടെ, പറയരുത്. ആദ്യത്തെ പ്രാവശ്യം എന്നതുപോലെ വീണ്ടും വചനം പറയുക, ആദ്യത്തെ പ്രാവശ്യം എന്നതുപോലെ വീണ്ടും പറഞ്ഞു കൊടുക്കുക. അതാണ് ഫ്രാൻസിസ് സേവിയറിൻ്റെ തീഷ്ണത എന്ന് പറയുന്ന ഒരു കാര്യം. അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും വചനം പ്രഘോഷിച്ചു. ഇങ്ങനെ ഒരാളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ്റെ ശരീരം അഴുകിപ്പോകാൻ ദൈവം സമ്മതിച്ചില്ല. അത് നമുക്ക് ഭാഗ്യം കിട്ടി നമ്മുടെ ഇന്ത്യയിൽ അത് സൂക്ഷിക്കാൻ. 2024 വർഷം അവസാനം തുടങ്ങി 2025 ആരംഭം വരെ അദ്ദേഹത്തിൻ്റെ പൂജ്യ ശരീരം ആളുകൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുത്തിരുന്നുവെന്ന് നമുക്കറിയാം. ഇനി എന്നാണത് തുറന്നു കൊടുക്കാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഒരു സാധ്യത കിട്ടുകയാണെങ്കിൽ ഈ വലിയ വിശുദ്ധൻ്റെ പൂജ്യ ശരീരത്തിൻ്റെ മുമ്പിൽ പോയി. വെറും 12 വർഷം മിഷണറി ജീവിതം നയിച്ച മനുഷ്യൻ, 12 വർഷം മാത്രം മിഷണറി ആയിട്ട് ജീവിച്ചത്, ആ 12 വർഷം കൊണ്ട് 10,000 ആളുകളെ മാനസാന്തരപ്പെടുത്തിയ മനുഷ്യൻ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയാണ്. അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ പോവുക. അദ്ദേഹത്തിൻ്റെ വലതുകരം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് റോമിലാണ്. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. നമ്മൾ മിഷണറിമാരാവാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകത്തിൻ്റെ വലിയ എന്താ പറയുക മായകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്.
ഈ ലോകത്തിൻ്റെ ലക്ഷറി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, അംഗീകാരങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. കിട്ടിയ എനിക്കും കൊള്ളാം എന്നൊരാഗ്രഹം നമ്മുടെ ഉള്ളിലും വരുന്നുണ്ട്. പ്രിയമുള്ള മക്കളെ, അവിടെ അത് വിട്ട് അതല്ല പ്രധാനപ്പെട്ടത്. അത് മുഴുവൻ നേടിയാലും നമ്മൾ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ആ വചനം കേട്ട് മാനസാന്തരപ്പെട്ട, ജീവിതം കംപ്ലീറ്റ് അങ്ങ് മറിഞ്ഞു പോയ 28-ാമത്തെ വയസ്സ് തുടങ്ങി തിരിഞ്ഞു നോക്കിയിട്ടില്ലേ മനുഷ്യൻ? അങ്ങനെയുള്ള ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കാം. അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷെ വചനം പ്രഘോഷിക്കുന്നതിനോ വചനം പറയുന്നതിനോ അതിനുവേണ്ടി എന്തോരം യാത്ര ചെയ്യുന്നതിനോ, ഒരു വർഷവും 10-13 മാസമൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നമുക്കറിയാം. അടുപ്പിച്ച് അതിന് യാതൊരു മടിയില്ലാത്ത മനുഷ്യൻ. ക്ഷീണമില്ല അദ്ദേഹത്തിന്. വചനം പറഞ്ഞ് ക്ഷീണിക്കുന്നില്ല, വചനം പറഞ്ഞ് ടയർഡാവുന്നില്ല. ഞാനൊക്കെ ആലോചിക്കുക, ഒരു മണിക്കൂറൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇരുന്നാലോ. ഈ മനുഷ്യന് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ആ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി ഇപ്പോൾ പള്ളി അടിച്ചു വാരി ഭയങ്കര ക്ഷീണം എന്ന് നമ്മൾ പറയാണ്ടിരിക്കട്ടെ. പള്ളിയിൽ പൂ വെച്ചു പറയാതിരിക്കട്ടെ. പള്ളിക്ക് വേണ്ടി കുറച്ച് ഓടി, വചനത്തിന് വേണ്ടി കുറച്ച് ഓടി, ക്ഷീണമായി വയ്യ എന്ന് പറയാതിരിക്കട്ടെ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഫ്രാൻസിസ് സേവ്യറിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലുപരിയായി നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന, യേശുവിൻ്റെ വചനം പറയുന്നവരെ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവസ്നേഹത്താൽ നമ്മളെല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും പ്രത്യേക മാധ്യസ്ഥവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.